ഹലോ എവരിവൺ, വട്ടമേശ സമ്മേളനത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഓഫീസർ ഓൺ ഡ്യൂട്ടി ജിത്തു അഷറഫ് സംവിധാനം ചെയ്ത് കുഞ്ചാക്കോ ബോബൻ, പ്രിയാമണി, ജഗദീഷ്, വിശാഖ് നായർ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി വരുന്ന പോലീസ് ക്രൈം ആക്ഷൻ റിവെഞ്ച് ഡ്രാമയായ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്നത്തെ റിവ്യൂ. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു വെൽ മെയ്ഡ് ക്രൈം ഡ്രാമയാണ് ഈ സിനിമ. നാം ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള സിനിമകളിൽ കണ്ടുശീലിച്ച കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളുമെല്ലാം ഈ സിനിമയിലും ആവർത്തിക്കുന്നുണ്ടെങ്കിലും ക്വാളിറ്റിയുള്ള മേക്കിങ്ങും പ്രേക്ഷകനെ ഇമോഷണൽ കണക്ട് ആക്കുന്ന തരത്തിലുള്ള തിരക്കഥയും ഈ സിനിമയെ മികച്ചതാക്കി മാറ്റുന്നുണ്ട്. തുടക്കത്തിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡിൽ ആരംഭിക്കുക, തുടർന്ന് നെഗറ്റീവ് ക്യാരക്ടേഴ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക, പിന്നീട് നായകനും വില്ലനും തമ്മിലുള്ള ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം, ഒടുവിൽ നായകന്റെ കുടുംബം വില്ലന്റെ ഇടയിലേക്ക് എത്തിച്ചേരുക തുടങ്ങി പണി, നാൻ മഹാൻ അല്ലൈ, വേട്ടയാട് വിളയാട് തുടങ്ങി നിരവധി സിനിമകളിൽ നാം ഇതിനു മുൻപ് കണ്ടുശീലിച്ചിട്ടുള്ള പല ടെംപ്ലേറ്റുകൾ ഈ സിനിമയിലും ആവർത്തിക്കുന്നതായി കാണാം. എന്നാൽ തിരക്കഥ പ്രേക്ഷകനെ സിനിമയിലേക്ക് പിടിച്ചിരുത്താൻ കഴിയുന്ന തരത്തിലുള്ള മാജിക് കാണിക്കുന്നുണ്ട്. ഹരിശങ്കർ എന്ന റഫ് ആൻഡ് ടഫായ എന്നാൽ അതേസമയം തന്നെ തൻ്റെ ഭൂതകാല ഓർമ്മകളാൽ ഇമോഷണലി വീക്കായ ക്യാരക്ടറിൽ കുഞ്ചാക്കോ ബോബൻ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. തികച്ചും ക്ലീഷയായി മാറാവുന്ന ഈ കഥാപാത്ര സൃഷ്ടിയെ തന്റെ പ്രകടന മികവ് കൊണ്ട് കുഞ്ചാക്കോ ബോബൻ മറികടക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. വില്ലന്മാരായി വരുന്ന വിശാഖ് നായരുടെ നേതൃത്വത്തിലുള്ള ഗ്യാങ്ങിനെ പരമാവധി ബ്രൂട്ടലായും സ്ട്രോങ് ആയും കാണിക്കാൻ കഴിഞ്ഞതിലൂടെ നായകനും വില്ലനും തമ്മിലുള്ള ക്ലാഷ് വളരെ രസകരമായി മാറുന്നുണ്ട്. കൂടാതെ പ്രിയാമണി, ജഗദീഷ്, റംസാൻ തുടങ്ങി മറ്റ് അഭിനേതാക്കളും തങ്ങളുടെ പ്രകടനത്തിലൂടെ ഈ സിനിമയിൽ കയ്യൊപ്പ് പതിപ്പിക്കുന്നുണ്ട്. വില്ലൻ ഗ്യാങ്ങിൽ വന്നവരുടെ മികച്ച പ്രകടനത്തെക്കുറിച്ച് ഇത്തരുണത്തിൽ പരാമർശിക്കാതെ പോകുന്നത് ശരിയാവുകയില്ല. മലയാളത്തിലെ എണ്ണം പറഞ്ഞ പോലീസ് സിനിമകളായ ജോസഫ്, ഇലവീഴ പൂഞ്ചിറ, നായാട്ടി എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഷാഹി കബീർ ഒരുക്കുന്ന ഈ സിനിമയുടെ തിരക്കഥ പലപ്പോഴും പ്രഡിക്റ്റബിൾ ആകുന്നുണ്ടെങ്കിലും പ്രേക്ഷകനെ നന്നായി എൻഗേജ് ചെയ്യിക്കുന്നുണ്ട്. സിനിമയുടെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയുടെ സംവിധായകനായ റോബി വർഗീസ് രാജാണ്. ജേക്സ് ബിജോയുടെ പശ്ചാത്തല സംഗീതവും സിനിമയെ നന്നായി എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ടെക്നിക്കലി നല്ല സൗണ്ടായ ഒരു സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. നായകനും വില്ലന്മാരും പരസ്പരം കൊണ്ടും കൊടുത്തും മുന്നേറുന്ന സിനിമ മികച്ച സംഘടന രംഗങ്ങളിലൂടെ കയ്യടി നേടുന്നുണ്ട്. സെക്കൻഡ് ഹാഫിൽ വരുന്ന ഒരു മോർച്ചറി ഫൈറ്റ് ഒക്കെ വളരെ കിടുവായി തോന്നി. ക്യാരക്ടേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും CI ഹരിശങ്കറിന്റെ വേൾഡ് ബിൽഡ് ചെയ്യാനും ഉപയോഗപ്പെടുത്തുന്ന ഫസ്റ്റ് ഹാഫ് അവശേഷിപ്പിക്കുന്ന ചോദ്യങ്ങൾക്ക് സെക്കൻഡ് ഹാഫിൽ പ്രേക്ഷകന് തൃപ്തികരമായ ഉത്തരങ്ങൾ ലഭിക്കുന്നുണ്ട്. തിരക്കഥ ഇവിടെ അതിന്റെ മികവ് പുലർത്തുന്നു. വളരെ ക്രിസ്പായ ഫസ്റ്റ് ഹാഫുമായി കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് ഹാഫിൽ ചെറിയ ചില ലാഗ് അനുഭവപ്പെടാം. വില്ലന്മാരെ അത്രത്തോളം ഭീകരന്മാരായി അവതരിപ്പിച്ചിരിക്കുന്നതിനാൽ അവർ പലപ്പോഴും നായകന് മുകളിൽ നിൽക്കുന്നതായി തോന്നി. അതിനാൽ തന്നെ ക്ലൈമാക്സും അത്രത്തോളം തന്നെ പവർഫുൾ ആകേണ്ടതായിരുന്നു. എന്നാൽ ആ ഒരു ക്ലൈമാക്സ് പഞ്ച് ചെറുതായി മിസ്സായതുപോലെ തോന്നി. മൊത്തത്തിൽ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പോലീസ് ക്രൈം ആക്ഷൻ റിവെഞ്ച് ഡ്രാമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഇത്തരത്തിലുള്ള ജേണർ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ടിക്കറ്റ് എടുക്കാം. അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്, ആസ്വാദനം വ്യക്തികൾക്കനുസരിച്ച് മാറാവുന്നതാണ്. അതിനാൽ തന്നെ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഞങ്ങളുടെ ചാനലിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ബൈ ഫ്രം ടീം വട്ടമേശ സമ്മേളനം.